കേരള രാഷ്ട്രീയത്തെ വർഷങ്ങളായി പിടിച്ചുകുലുക്കുന്ന CMRL എക്സാലോജിക് വിവാദത്തിൽ നിർണായക വഴിത്തിരിവ്. എല്ലാം നിയമാനുസൃതമാണ്, ഒരു ക്രമക്കേടും നടന്നിട്ടില്ല, രാഷ്ട്രീയ വേട്ടയാടലാണ് നടക്കുന്നത്, ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞിരുന്ന വാദങ്ങൾക്കിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ നടപടി വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സ്വത്ത് അറ്റാച്ച് ചെയ്യാൻ പോകുന്ന നടപടി ഈ കേസിന് പുതിയ നിയമപരവും രാഷ്ട്രീയപരവുമായ മാനങ്ങൾ നൽകുകയാണ്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED കണ്ടുകെട്ടാനൊരുങ്ങുന്നത് 29.02 കോടിയുടെ സ്വത്ത്. 3 കമ്പനിയുടേതുൾപ്പെടെ 12 പ്രതികളുടെ സ്വത്താണ് കണ്ടുകെട്ടുക. നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന ഇവയെല്ലാം ബാങ്ക് നിക്ഷേപങ്ങളാണ്. ആദ്യഘട്ടത്തിലെ ഈ കണ്ടുകെട്ടലിന് ശേഷം പ്രതികളുടെ കെട്ടിടം, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കടക്കും. CMRL കമ്പനി 15 വർഷം കൊണ്ട് 182 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. വർഷങ്ങളായി പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങളും ഭരണപക്ഷം നൽകിയ വിശദീകരണങ്ങളും തമ്മിൽ നടന്ന രാഷ്ട്രീയ പോരാട്ടം ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ നടപടികളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയെ ചുറ്റിപ്പറ്റിയ സാമ്പത്തിക ഇടപാടുകളാണ് തുടക്കം മുതൽ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. ഈ ഇടപാടുകൾ നിയമപരമാണെന്ന നിലപാടാണ് ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിരുന്നത്. അതേസമയം സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടരുകയായിരുന്നു. ഇപ്പോൾ EDയുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യൽ നടപടിയോടെ കേസ് വീണ്ടും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. ഇത് കുറ്റം തെളിയിക്കുന്ന അന്തിമ വിധിയല്ല എങ്കിലും അന്വേഷണം ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങളും കോടതികളിലെ നടപടികളുമാണ് ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കുക, ഒപ്പം പിണറായി വിജയന്റെയും. ഒടുവിൽ ചോദ്യങ്ങളുടെ നിഴൽ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുകയാണ്. വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ CMRL എക്സാലോജിക് ഇടപാട് കേസ് ഇനിയൊരു കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണം മാത്രമല്ല, അധികാരത്തിന്റെ സുതാര്യതയും രാഷ്ട്രീയ ഉത്തരവാദിത്വവും പൊതുജീവിതത്തിലെ വിശ്വാസ്യതയും ഒക്കെ ചോദ്യം ചെയ്യുന്ന വലിയൊരു പൊതുചർച്ചയായി അത് മാറിക്കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനൊപ്പം തന്നെ പുറത്തുവരികയാണ്. അന്വേഷണം ഇനി ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന ആകാംക്ഷയും അതോടൊപ്പം ഉയരുന്നുണ്ട്. ശശിധരൻ കർത്തയുടെ മൊഴിയിൽ പിണറായിയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ED ഉടൻ തീരുമാനമെടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പിണറായിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്ന് കർത്ത പറഞ്ഞതാണ് കുരുക്കായത്. ഇതിന് തിരിച്ച് സേവനം നൽകിയിട്ടുമില്ല. ആദ്യം സേവനം നൽകിയിരുന്നെന്ന് പറഞ്ഞ വീണയ്ക്ക് അക്കാര്യത്തിൽ കൃത്യമായ രേഖകളോ വിശദാംശങ്ങളോ നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാംഗ്ലൂരുവിലെ എക്സാലോജിക് ഓഫീസിലെ സിസ്റ്റത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടെന്നും എന്നാൽ ആ ഓഫീസ് പൂട്ടിപ്പോയി എന്നുമായിരുന്നു വീണയുടെ വിശദീകരണം. പിന്നീട് സേവനം നൽകിയില്ല എന്ന് വീണ തന്നെ സമ്മതിക്കേണ്ടി വന്നു എന്നാണ് ED തന്നെ പറയുന്നത്. ഒരു വിധത്തിലുള്ള ഇൻവോയ്സുകളും നൽകാതെ 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള 10 മാസത്തിനിടെ 45 ലക്ഷം രൂപയാണ് വീണ കൈമാറിയത്. ഇത് അതീവ ഗൗരവത്തോടെയാണ് ED കാണുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് CMRLന് വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും അതിന്റെ പ്രത്യുപകാരമാണോ ഈ പണമിടപാടെന്നും ED പരിശോധിക്കുന്നുണ്ട്. വീണ ഡയറക്ടറായ എക്സാലോജിക് കമ്പനി പ്രവർത്തിച്ചിരുന്നത് ദുർബലമായ സാമ്പത്തിക അടിത്തറയിലായിരുന്നു എന്ന് EDയുടെ നിർണായക റിപ്പോർട്ടുമുണ്ട്. 66 ലക്ഷം രൂപ നഷ്ടത്തിലുള്ള കമ്പനിയുടെ വിറ്റുവരവ് 5 ലക്ഷം മാത്രമായിരുന്നു. CMRL നിന്നുള്ള ഫണ്ടിനെ സ്ഥാപനം കാര്യമായി ആശ്രയിച്ചിരുന്നുവെന്നും ED പറയുന്നുണ്ട്. IT കൺസൾട്ടൻസി ആൻഡ് മാർക്കറ്റിംഗ് സർവീസസ് എന്ന വ്യാജേന എക്സാലോജിക്കിന് CMRL മാസം 3 ലക്ഷം രൂപ വീതമാണ് നൽകിയിരുന്നത്. കൺസൾട്ടന്റായി നിയമിച്ചെന്ന പേരിൽ വീണയ്ക്ക് മാസം 5 ലക്ഷവും കൈമാറിയിരുന്നു. ശശിധരൻ കർത്തയുടെ ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ വായ്പ എക്സാലോജിക്കിന് നൽകിയിട്ടുമുണ്ട്. വീണയ്ക്ക് മറ്റൊരു കമ്പനി കൂടി ഉണ്ടെന്ന് ഇതിനിടയിൽ ED പിന്നെയും കണ്ടെത്തുകയും ചെയ്തു. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കമ്പനിയിൽ വീണയ്ക്ക് പങ്കാളിത്തമുണ്ട്. ഇതേ കാരണത്താൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലെ 15,57,414 രൂപ ED മരവിപ്പിച്ചിട്ടുണ്ട്. ED റെയ്ഡിൽ വീണയുടെ ഫോണും ഡയറിയും ഒരു ഷീറ്റ് കടലാസും പിടിച്ചെടുത്തവയിലുണ്ട്. CMRL നിന്ന് വ്യാജ ബില്ലുണ്ടാക്കി പല സ്ഥാപനങ്ങളിലേക്കും അക്കൗണ്ടിലൂടെ കൈമാറുന്ന പണം തിരികെ കറൻസിയായി CMRLിലേക്ക് എത്തുന്ന രീതിയായിരുന്നു തട്ടിപ്പിന് അവലംബിച്ചിരുന്നത്. ഈ കേസിൽ ആരുടെ വാദമാണ് ഒടുവിൽ നിലനിൽക്കുക എന്നത് കോടതികളും അന്വേഷണ നടപടികളുമാണ് ഇനി തീരുമാനിക്കുക. പക്ഷേ കാര്യം വ്യക്തമാണ്, കേരള രാഷ്ട്രീയത്തെ ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന CMRL എക്സാലോജിക് വിവാദം അവസാനിച്ചിട്ടില്ല. മറിച്ച് പുതിയ ഘട്ടത്തിലേക്ക് ചൂടുപിടിച്ച് കടന്നിരിക്കുകയാണ്. ഇനി പുറത്തുവരുന്ന രേഖകളും അന്വേഷണ ഫലങ്ങളും കോടതി വിധികളും മാത്രമായിരിക്കും ഈ വിവാദത്തിന് അന്തിമ ഉത്തരമെഴുതുക.